കൺഫെക്ഷൻ റൂമിലിരുന്ന് കരഞ്ഞ റസ്മിൻ്റെ ഒരു വീഡിയോ നമ്മളിതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ വീഡിയോകൾക്ക് മുമ്പ്. അതായത് റസ്മിന് ഇവിടെ കേൾക്കാൻ ആളില്ല, അതായത് റസ്മിൻ പറയുന്നത് കേൾക്കാൻ ആരും ഇല്ല. റസ്മിന് ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ബിഗ് ബോസ് വീടിനകത്ത് ഇല്ല എന്ന് അവിടെ വന്നിരുന്ന് കരഞ്ഞ് പറയുന്ന റസ്മിനും അതിന് ബിഗ് ബോസിൻ്റെ മറുപടിയുമായി ഒരു വീഡിയോ ആയിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ അതേ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ശ്രീതുവായിട്ടും, അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. റസ്മിനെ അപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ആത്മവിശ്വാസം കൈവന്ന പോലെയാണ് റസ്മിനോടെ ഇരിക്കുന്നത്. ബിഗ് ബോസ് ഒരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ റസ്മിന് പ്രേക്ഷകരോട് ചിലത് പറയാനുണ്ടായിരുന്നു. അത് പറയുക എന്നുള്ളത് മാത്രമായിരുന്നു റസ്മിൻ്റെ ഉദ്ദേശം. അതായത് ഇന്നലെ ജബ്രികൾ തമ്മിൽ ചെറിയ ഒരു രസൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ സമയത്ത് റസ്മിനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് പുറത്ത് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടാകുമോ എന്നുള്ളത് റസ്മിനൊരു പേടി. ആ പേടി ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു കൺഫെക്ഷൻ റൂം ഡ്രാമ ഇവിടെ റസ്മിൻ നടത്തിയത്. കാരണം റസ്മിനെ കേൾക്കാൻ അവിടെ ആളില്ലാതൊന്നുമില്ല. നോറ റസ്മിൻ്റെ സുഹൃത്താണ് എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പറയാൻ ആളില്ല എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ഇത് പ്രേക്ഷകരിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സെൻറ്റിമെൻ്റൽ ഡ്രാമ നടത്തിയതാണ് റസ്മിൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.